detection and transmission of tactile sensations. It includes the interrelations among the tactile sensations of touch, pressure and vibration. ടച്ചും പ്രഷറും വൈബ്രേഷൻസും ഒക്കെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുമ്പോൾ സെപ്പറേറ്റ് സെൻസേഷൻസ് ആണെങ്കിലും ഇതെല്ലാവരും ഡിറ്റക്റ്റ് ചെയ്യുന്നത് സെയിം ടൈപ്പ് ഓഫ് റിസപ്റ്റേഴ്സ് ആണ്. ഈ മൂന്ന് സെൻസേഷൻസും തമ്മിൽ, അതായത് ടച്ച്, പ്രഷർ, വൈബ്രേഷൻ സെൻസേഷൻസ് തമ്മിൽ മൂന്ന് ഡിഫറൻസസ് ഉണ്ട്. ആൻഡ് ദേ ആർ: touch sensation generally results from stimulation of tactile receptors in the skin. സ്കിന്നിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ടാക്ടൈൽ റിസപ്റ്റേഴ്സ് ആണ് ടച്ച് സെൻസേഷൻ ഉണ്ടാക്കുന്നത്. ആൻഡ് പ്രഷർ സെൻസേഷൻ ജനറലി റിസൾട്ട്സ് ഫ്രം ഡിഫോർമേഷൻ ഓഫ് ഡീപ്പർ ടിഷ്യൂസ്. ഡീപ്പർ ആയിട്ട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ടിഷ്യൂസിന്റെ ഡിഫോർമേഷൻ വഴിയായിട്ടാണ് പ്രഷർ സെൻസേഷൻ അറൈസ് ചെയ്യുന്നത്. ആൻഡ് ഫൈനലി വൈബ്രേഷൻ സെൻസേഷൻ റിസൾട്ട്സ് ഫ്രം റാപ്പിഡ്ലി റിപ്പിറ്റേറ്റീവ് സെൻസറി സിഗ്നൽസ്, but some of the same types of receptors are those for touch and pressure are used. ടച്ചിനും പ്രഷറിനും ഓൾമോസ്റ്റ് സെയിം ടൈപ്പ് ഓഫ് റിസപ്റ്റേഴ്സ് ആണ് വരുന്നത്. റെപ്പിറ്റേറ്റീവ് ആയിട്ട് വരുന്ന സെൻസറി സിഗ്നൽസ് ആണ് വൈബ്രേഷൻ സെൻസേഷൻ കോസ് ചെയ്യുന്നത്. പക്ഷെ ടച്ച് ആൻഡ് പ്രഷർ സെൻസ് ചെയ്യുന്ന അതേ റിസപ്റ്റേഴ്സും വൈബ്രേഷൻ സെൻസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് അബൌട്ട് ടാക്ടൈൽ റിസപ്റ്റേഴ്സ്. There are at least 6 entirely different types of tactile receptors. 6 different types of tactile receptors ഉണ്ടെങ്കിലും ഇതിനോട് സിമിലർ ആയിട്ടുള്ള വേറെയും ടാക്ടൈൽ റിസപ്റ്റേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓരോന്നായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ടൈപ്പ് ഓഫ് ടാക്ടൈൽ റിസപ്റ്റേഴ്സ് ആണ് ഫ്രീ നെർവ് എൻഡിങ്സ്. സ്കിന്നിന്റെ എല്ലാ ഭാഗത്തും ദെൻ മെനി അതർ ടിഷ്യൂസിലും പ്രസന്റ് ആയിട്ടുള്ള ഒരു റിസപ്റ്റർ ആണ് ഫ്രീ നെർവ് എൻഡിങ്സ്. ഇറ്റ് ക്യാൻ ഡിറ്റക്ട് ടച്ച് ആൻഡ് പ്രഷർ. ഐയുടെ കോർണിയയിൽ കാണുന്നത് ഫ്രീ നെർവ് എൻഡിങ്സ് റിസപ്റ്റേഴ്സ് ആണ്. ആൻഡ് സെക്കൻഡ് ടച്ച് റിസപ്റ്റർ ആണ് മെസ്നേഴ്സ് കോർപ്പസൽ. സെൻസിറ്റിവിറ്റി കൂടിയ ഒരു റിസപ്റ്റർ ആണിത്. ഇറ്റ് ഈസ് ആൻ ഇലോങ്ങേറ്റഡ് എൻകാപ്സുലേറ്റഡ് നെർവ് എൻഡിങ് ഓഫ് എ ലാർജ് മൈലിനേറ്റഡ് സെൻസറി നെർവ് ഫൈബർ. ടൈപ്പ് എ ബീറ്റ എന്ന് പറഞ്ഞിട്ട് ഒരു ലാർജ് മൈലിനേറ്റഡ് സെൻസറി നെർവ് ഫൈബറിന്റെ ഒരു നെർവ് എൻഡിങ് ആണ് മെസ്നേഴ്സ് കോർപ്പസൽ ആയിട്ട് ഫോം ചെയ്തിരിക്കുന്നത്. ദെൻ ആ ഒരു ക്യാപ്സുലേഷന്റെ അകത്ത് തന്നെ ഒരുപാട് ബ്രാഞ്ചിങ് ടെർമിനൽ നെർവ് ഫിലമെന്റ്സ് ഉണ്ട്. സ്കിന്നിന്റെ നോൺ ഹെയറി പാർട്സിലാണ് ഈ കോർപ്പസൽസ് പ്രസന്റ് ആയിട്ടുള്ളത്, എസ്പെഷ്യലി ഇൻ ദ ഫിംഗർ ടിപ്സ്, ലിപ്സ് ആൻഡ് അതർ ഏരിയാസ് ഓഫ് സ്കിൻ where one's ability to discern spatial locations of touch sensations is highly developed. ടച്ച് സെൻസേഷൻസ് ഹൈലി ഡെവലപ്ഡ് ആയിട്ടുള്ള ഏരിയയിലൊക്കെ കൂടുതലായിട്ട് ഈ മെസ്നേഴ്സ് കോർപ്പസൽസ് കാണും. ആൻഡ് ദ തേർഡ് വൺ ഈസ് ദ എക്സ്പാൻഡഡ് ടിപ്പ് ടാക്ടൈൽ റിസപ്റ്റേഴ്സ്. എക്സ്പാൻഡഡ് ടിപ്പ് ടാക്ടൈൽ റിസപ്റ്ററിന്റെ ഒരു ടൈപ്പ് ആണ് മെർക്കൽസ് ഡിസ്ക്. ഈ കാണുന്നതാണ് മെർക്കൽസ് ഡിസ്ക്. ഇതൊരു എക്സ്പാൻഡഡ് ടിപ്പ് റിസപ്റ്റർ ആണ്. സ്കിന്നിന്റെ ഹെയറി പാർട്സിൽ മോഡറേറ്റ് നമ്പർ ഓഫ് എക്സ്പാൻഡഡ് ടിപ്പ് റിസപ്റ്റേഴ്സ് കാണുന്നുണ്ട്. മെർക്കൽസ് ഡിസ്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സിഗ്നലും മെസ്നേഴ്സ് കോർപ്പസൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സിഗ്നൽസും ഡിഫറെൻ്റ് ആണ്. എക്സ്പാൻഡഡ് ടിപ്പ് റിസപ്റ്റേഴ്സ് ആദ്യം പ്രൊഡ്യൂസ് ചെയ്യുന്ന സിഗ്നൽ എന്ന് പറയുന്നത് സ്ട്രോങ് ആയിരിക്കും, ബട്ട് പാർഷ്യലി അഡാപ്റ്റിംഗ് ആയിരിക്കും. ദെൻ ആ ഒരു സിഗ്നൽ വീക്ക് ആവും. ദാറ്റ് അഡാപ്റ്റ്സ് ഓൺലി സ്ലോലി. സ്റ്റഡി സ്റ്റേറ്റ് സിഗ്നൽസിനോട് റെസ്പോണ്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് എക്സ്പാൻഡഡ് ടിപ്പ് റിസപ്റ്റേഴ്സ്, മെർക്കൽസ് ഡിസ്ക് പോലെയുള്ള റിസപ്റ്റേഴ്സ്. ആൻഡ് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഒബ്ജക്റ്റ് നമ്മുടെ സ്കിന്നിൽ ടച്ച് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള മൂവ്മെന്റ്സ് ഒക്കെ ഡിറ്റക്ട് ചെയ്യുന്നതാണ് ഈ ടൈപ്പ് ഓഫ് റിസപ്റ്റർ. Therefore, they are responsible for giving steady state signals that allow one to determine continuous touch of objects against the skin. Then another ഒരു ഗ്രൂപ്പ് ഓഫ് റിസപ്റ്റർ ഓർഗണിലാണ് മെർക്കൽസ് ഡിസ്ക് ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ഇഗോഡോം റിസപ്റ്റർ which projects upward against the underside of the epithelium of the skin. സ്കിന്നിന്റെ എപ്പിത്തീലിയം ആണിത്. അതിന്റെ താഴെ നിന്ന് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നതാണ് ഇഗോഡോം റിസപ്റ്റർ. സോ റിസപ്റ്റേഴ്സ് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ്
ആ ഒരു സൈഡിലുള്ള എപ്പിത്തീലിയം ഇങ്ങനെ പ്രൊട്രൂഡ് ചെയ്ത് പുറത്തേക്ക് പ്രൊട്രൂഡ് ചെയ്ത് ഇങ്ങനെ നിന്നിട്ട് ഒരു ഡോം ഷേപ്പ് വരാനായിട്ട് കാരണം. സോ ഈ റിസപ്റ്റർ എന്ന് പറയുന്നത് ഹൈലി സെൻസിറ്റീവ് ആയിരിക്കും. ഒരു സിംഗിൾ മൈലിനേറ്റഡ് നെർവ് ഫൈബർ വെച്ചിട്ടായിരിക്കും മെർക്കൽസ് ഡിസ്ക് ഇനർവേറ്റ് ചെയ്തിട്ടുള്ളത്. ആ സിംഗിൾ ലാർജ് മൈലിനേറ്റഡ് നെർവ് ഫൈബറിന്റെ പേരാണ് ടൈപ്പ് എ ബീറ്റ. ആൻഡ് ദ ഫോർത്ത് റിസപ്റ്റർ ഈസ് ദ ടാക്ടൈൽ ഹെയർ ഓർ ഹെയർ ആൻഡ് ഓർഗൺ. നമ്മുടെ ഹോൾ ബോഡിയിലുള്ള ഏതെങ്കിലും ഒരു ഹെയർ മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് താഴെയുള്ള നെർവ് ഫൈബർ സ്റ്റിമുലേറ്റഡ് ആകും. Thus, each hair and its basal nerve fiber, called the hair and organ, are also a touch receptor. Mersner's corpuscle പോലെ തന്നെ ഈ റിസപ്റ്ററും പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ട്. ഒരു ഒബ്ജക്റ്റ് നമ്മുടെ ബോഡിയുടെ സർഫസിൽ കൂടെ മൂവ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിന്റെ ഇനീഷ്യൽ കോൺടാക്ട് വിത്ത് അവർ ബോഡി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡിറ്റക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഹെയർ ആൻഡ് ഓർഗൺ. And fifth one is the rufinous end organs, located in the deeper layers of the skin and also in still deeper internal tissues. ഇവർ മൾട്ടി ബ്രാഞ്ചഡ് ആണ്, എൻകാപ്സുലേറ്റഡ് എൻഡിങ്സ് ആണ്. സ്ലോലി ആണ് ഈ റിസപ്റ്റർ അഡാപ്റ്റ് ചെയ്യുന്നത്. പ്രൊലോങ്ഡ് ആയിട്ടുള്ള ടച്ച് ആൻഡ് പ്രഷർ സിഗ്നൽസിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത് ഇവർ. ആൻഡ് ദേ ആർ ഓൾസോ ഫൗണ്ട് ഇൻ joint capsules and help to signal the degree of joint rotation. And sixth one is the Pacinian corpuscles. Pacinian corpuscle locate ചെയ്തിരിക്കുന്നത് സ്കിന്നിന്റെ തൊട്ട് താഴെയായിട്ടാണ് ആൻഡ് ഓൾസോ ഡീപ്പ് ഇൻ ദ ഫാസിയൽ ടിഷ്യൂസ് ഓഫ് ദ ബോഡി. ഫാസിയ മീൻസ് നമ്മുടെ സ്കിന്നിന്റെ താഴെയായിട്ടുള്ള ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണ്. ഇന്റേണൽ ഓർഗൻസിനെയൊക്കെ സ്റ്റെബിലൈസ് ചെയ്ത് നിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ഈ പസീനിയൻ കോർപ്പസൽസ് ലൈ ചെയ്തിരിക്കുന്നത് ഇമ്മീഡിയറ്റ്ലി ബിനീത്ത് ദ സ്കിൻ ആൻഡ് ഡീപ്പ് ഇൻ ദ ഫാസിയൽ ടിഷ്യൂസ് ഓഫ് ദ ബോഡി. ടിഷ്യൂസിന് കംപ്രഷൻ നടക്കുമ്പോഴാണ് ഈ ഒരു പസീനിയൻ കോർപ്പസൽസിന് സ്റ്റിമുലേഷൻ നടക്കുന്നത്. സോ ടിഷ്യൂ വൈബ്രേഷൻസ് അല്ലെങ്കിൽ ടിഷ്യൂസിൻ്റെ ഏതെങ്കിലും മെക്കാനിക്കൽ സ്റ്റേറ്റിലുള്ള ചേഞ്ചസ് ഒക്കെ വരുമ്പോഴാണ് ഇവർ സിഗ്നൽസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. So Pacinian corpuscles are particularly important for detecting tissue vibration or other rapid changes in the mechanical state of the tissues.